ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം ശക്തം. വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ചും മഹാധർണയും നടത്തി. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അതിക്രമം ഭാരതം അനുവദിക്കില്ലെന്ന് മാർച്ചിനെ അഭിസംബോധന ചെയ്ത സ്വാതി റിതംബര MP പറഞ്ഞു. വിഷയത്തിൽ UN ഇടപെടണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് അണപൊട്ടിയൊഴുകിയത്. വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വിവരങ്ങൾ എന്താണ്? വീണ, ചാണക്യപുരിയിൽ ഈ പ്രതിഷേധ ധർണ അത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൊതുസമ്മേളനം അവസാനിച്ച ശേഷം ഈ പൊതുപരിപാടിയുടെ ഭാഗമാകാൻ എത്തിയവരെല്ലാം മടങ്ങുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ റോഡിലാണ് അല്പസമയം മുൻപ് വലിയ സമ്മേളനം നടന്നത്. സ്വാതി റിതംബരയാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യ അത് എത്രയും വേഗം അനുവദിക്കണം, അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായ നിലയിൽ പ്രതികരിക്കേണ്ടി വരും എന്ന ശക്തമായ സന്ദേശമാണ് സ്വാതി റിതംബര ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഒപ്പം ഈ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം മലയാളികൾ ഉൾപ്പെടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അംനസ്റ്റി ഇന്റർനാഷണൽ ഹാസ് നോ റെസ്പെക്ട് ഫോർ ഹിന്ദു ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഒരു ഫ്ലെക്സ് കോഡുമായി ഒരു ചെറുപ്പക്കാരൻ ഇതിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ ധാരാളം ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം ബാനറുകളും ഒക്കെ ഉയർത്തി UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനവും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് സിറിയയിലെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ വിഷയങ്ങൾ വരുമ്പോൾ ബാഗ്ദാദിലെയും ഒക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടിൽ ധരണയും പ്രതിഷേധവും നടത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ധാരാളം ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ അണിനിരുന്ന ഏതാണ്ട് 50,000-ത്തിനടുത്ത ആളുകൾ അണിനടന്ന ഒരു വലിയ പ്രതിഷേധ റാലിക്ക് രാജ്യതലസ്ഥാനം ഇന്നിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു പ്രതിഷേധത്തിന് ഡൽഹി സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ ഈ സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല. കാരണം അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഈ ചാണക്യപുരിയിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയിരുന്നു. അതിനാൽ അല്പസമയത്തിന് ശേഷം മാത്രമേ ഈ നിരത്തിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിത്തുടങ്ങത്തുള്ളൂ. എന്തായാലും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെയുള്ള വലിയ പ്രതിഷേധവും ഒപ്പം ജിഹാദികൾക്കുള്ള ഒരു താക്കീതുമായിരുന്നു ഇന്നിപ്പോൾ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതിഷേധം. വീണ. ഓക്കെ, ശരി ഗൗതം.